الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലമത്രയും പടച്ചവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ലിസ്റ്റ് എടുത്താൽ അതിൽ കൂടുതലും എൻ്റെ ഭൗതിക ജീവിതത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടായിരിക്കും. എൻ്റെ ബാല്യകാലം മുതൽ അത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ ചേരുന്ന കാലം മുതൽ ഓരോ ഗ്രേഡ് പാസ്സാകുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഒരു ഗ്രേഡിൽ നിന്നും അടുത്ത ഗ്രേഡിലേക്ക് എത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം, എനിക്കുണ്ടാകുന്ന സംതൃപ്തി, അവിടുന്ന് തുടങ്ങിയതാണ് ഇന്ന് വരെ ജീവിതത്തിൽ അതേ പാറ്റേൺ ഫോളോ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഭൗതിക ജീവിതത്തിലെ ഏത് കാര്യം പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ പിന്നിലെ ലക്ഷ്യം സന്തോഷം തന്നെയാണ്. സമ്പത്ത് എന്തിനാണ്? മനുഷ്യന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാണ്. എത്ര സമ്പത്ത് വേണം ഒരാൾക്ക് സന്തോഷിക്കാൻ? അത് ഡിപ്പെൻസ് ആണ്. ഓരോരുത്തരിലും ഓരോ ആളുകളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അയാളുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഉണ്ടാകുക എന്നതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഉത്തരം. പക്ഷെ അങ്ങനെ ഒരാൾക്ക് വേണ്ടുന്ന സമ്പത്തിന്റെ, ഒരാൾക്ക് വേണ്ടുന്ന സുഖ സൗകര്യങ്ങളുടെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ പടച്ചോൻ നമുക്ക് തന്നു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ ലോകത്ത് അള്ളാഹു നൽകിയ ആളുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. ആ ലിസ്റ്റിൽ എത്ര പേർ സന്തുഷ്ടരാണ് എന്ന് പരിശോധിച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു അതിൻ്റെ ഗ്രാഫ് വളരെ കുറവാണ്. അതേപോലെ മാനസികപരമായി പിരിമുറുക്കം ലോകത്ത് അനുഭവിക്കുന്ന ആളുകളുടെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ കാണുന്നത് ലോകത്ത് അള്ളാഹു, അല്ലെങ്കിൽ അള്ളാഹുവിനൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ ലോകത്ത് ഭൗതിക ജീവിതത്തിൽ ഒരാൾക്ക് കിട്ടാവുന്ന എല്ലാം, ഒന്നുകിൽ അധികാരം, അതല്ലെങ്കിൽ സമ്പത്ത്, അതല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വെച്ച ഭൗതികപരമായ ഏതോ ഒരു സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ
അവൻ തന്നെ അളന്നുകൊണ്ട് ആശ്വസിക്കുന്ന പലതുമുണ്ട്. അതിൽ ഒക്കെ അള്ളാഹു കൊടുത്തിട്ടും സന്തോഷമില്ലാതെ ജീവിതം അസ്തമിച്ചു പോയ, മരവിച്ചു പോയ, ജീവിതം അവസാനിപ്പിച്ച എത്രയോ കേസുകൾ നമുക്ക് കാണാൻ പറ്റും. 2023 അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ടീനേജ് കാറ്റഗറിയിലുള്ള കുട്ടികൾ, ആ കുട്ടികൾക്കിടയിൽ സംഭവിച്ചു പോയ സൂയിസൈഡിന്റെ കണക്കാണ്. ആ കണക്ക് പറയുന്നത് 5 വർഷത്തിനിടയിൽ 4 ലക്ഷം കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ലോകത്ത്. 5 വർഷത്തിനിടയിൽ 4 ലക്ഷം കുട്ടികൾ ലോകത്ത് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ കൃത്യമാണ്, ആശങ്ക ഒന്നും ഇല്ലാത്ത റീസൺ ആണ്. ആ കുട്ടികളുടെ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ആ കുട്ടികൾ സൂയിസൈഡ് ചെയ്യാൻ കാരണം, 19ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്യാൻ കാരണം, ആ ഗ്രാഫ് മൊത്തം വന്നത് വെസ്റ്റേണിനാണ്. അപ്പൊ വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ചുകൊണ്ട് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു ഏജ് കാറ്റഗറിയെ അവരുടെ ഭൗതികപരമായ ജീവിതത്തിന്റെ സ്കെയിൽ വെച്ചിട്ട് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതാണ് ലൈഫിലെ ഏറ്റവും പീക്ക് ടൈം, അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈം. ഈ ടൈമിലുള്ള ലൈഫിനെയാണ് ലൈഫ് എന്നുള്ള ഡെഫിനിഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഈ 13 to 19 എന്നെ കൊണ്ട് എത്രമാത്രം സന്തോഷിക്കാൻ പറ്റുമോ അത്രയും സന്തോഷിക്കുക. എനിക്കൊരു റൂൾസും ഇല്ല, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഒരു റെഗുലേഷൻസും ഇല്ല, ഒരു കൺട്രോളും ഇല്ല, ഒരു റിമോട്ടും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഫ്രീ ബേർഡാണ്. അതുകൊണ്ട് തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനോ എന്റെ ജീവിതത്തിൽ ഒരാൾ കടന്നു കയറാനോ ഇടപെടാനോ ഉള്ള ഒരു റോളും ഇല്ല. ഒന്ന്, എനിക്ക് റിലീജിയൻ ഇല്ല. രണ്ട്, എനിക്ക് പാരന്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതാണല്ലോ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് വഴികാട്ടുന്ന 2 ഘടകം. ഒന്ന്, അവൻ വിശ്വസിക്കുന്ന മതം, 2 അവന്റെ കുടുംബമാണ്. ഇതിനെ രണ്ടിനെയും തള്ളിക്കളയുന്ന ഒരു കൾച്ചറിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് 19ാമത്തെ വയസ്സാകുമ്പോൾ അവർക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, എനിക്ക് ജീവിതത്തിൽ ലഭിക്കേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചു കഴിഞ്ഞു, ജീവിതത്തിൽ ആസ്വദിക്കേണ്ട എല്ലാ വശങ്ങളും ഞാൻ ആസ്വദിച്ചു കഴിഞ്ഞു. അത് എൻ്റെ ഡ്രഗ്സ് മുതൽ, എൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് മുതൽ, ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വസ്തുക്കൾ മുതൽ, ഇങ്ങനെ തുടങ്ങിയെല്ലാം രാവിലെ മുതൽ ഏതോ ലക്ക് കെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിച്ച്, രാത്രിയാകുമ്പോൾ ഏതെങ്കിലും നൈറ്റ് ക്ലബിൽ ഹാങ് ഓവറായി കടന്നുറങ്ങി, പിറ്റേ ദിവസം വീണ്ടും ഒന്ന് സടകുട നീന്നിട്ട് വീണ്ടും ഇങ്ങനെ ജീവിച്ചു. ഇങ്ങനെ ഖുർആൻ പറഞ്ഞതുപോലെ അൻആം എന്നൊക്കെ പറഞ്ഞില്ല, അവർ മൃഗങ്ങൾക്ക് തുല്യമാണ്, ബൽഹും അദൽ, അതിനേക്കാൾ അതപ്പതിച്ചവരാണ് എന്നൊക്കെ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്യമില്ലാത്തൊരു ജീവിതത്തിൽ പോയപ്പം 19ാമത്തെ വയസ്സിൽ അവരുടെ ഉപഭോഗ മനസ്സ് അവരോട് പറയുന്നു, നിനക്കോ ഇനി അങ്ങോട്ട്, ഇനി 20ലും 60ലും 80ലും ഒന്നും ആസ്വദിക്കാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് തോന്നുമ്പം ഇനി ഞാൻ ജീവിച്ചിട്ടെന്ത് കാര്യം എന്നൊരു തോട്ടാണ് അവനെ സൂയിസൈഡിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവർ, പറഞ്ഞു വരുന്നത് ഭൗതിക ജീവിതത്തിലെ എല്ലാ സംഗതികളുടെയും പിന്നിലെ ലക്ഷ്യം അത് സന്തോഷമാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ ഈ കടന്നോടുന്നതിൽ, ഞാൻ ഈ സ്ട്രെസ് അനുഭവിക്കുന്നതിൽ, ഞാൻ ഇത്രയും എഫേർട്ടും സമയവും അതിൽ ചെലവഴിക്കുന്നതിൽ എത്ര ഗ്രാഫാണ് എൻ്റെ ഹാപ്പിനെസിന്റെ ലെവലും നോക്കണം. എന്റെ ഹാപ്പിനെസ് ലെവലിന്റെ ഗ്രാഫ് പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ എനിക്ക് കൂട്ടാനോ കുറക്കാനോ, എന്ത് കാര്യം ചെയ്താലാണ് ഇത് കൂടുന്നത് എന്ന് പരിശോധിച്ച് നോക്കണം. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ഒരു മാസം ഇത്ര ശതമാനം പ്രോഫിറ്റ് വന്നാൽ അയാളുടെ ആ മാസത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അതായിരിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, എന്തെങ്കിലും കുറച്ചുകൂടി ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എത്ര പുസ്തകം വായിക്കാൻ പറ്റിയാൽ എന്റെ സന്തോഷം ചിലപ്പോൾ അതായിരിക്കും. യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ഇത്ര സ്റ്റേറ്റ് കവർ ആകാൻ പറ്റിയാൽ എന്റെ ഹാപ്പിനെസ് അത്. ഇങ്ങനെ ഏത് പാറ്റേണിലും ഹാപ്പിനെസ്സിനെ ആലോചിച്ച് മനസ്സിലാക്കി ആ ഹാപ്പിനെസ് എനിക്ക് സംതൃപ്തി തരുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ, ഓസ്ട്രേലിയയിലെ ഒരു ചാനലിൽ നടന്നൊരു ഇന്റർവ്യൂവിൽ അവിടുത്തെ ഒരു ലിബറൽ ഫിലോസഫിയിലൊക്കെ ഫോളോ ചെയ്യുന്ന വലിയൊരു തത്വചിന്തകൻ, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ കാണുന്ന ഓൾമോസ്റ്റ് വിലപിടിപ്പുള്ള ലക്ഷറി ആയിട്ടുള്ള എല്ലാ പബ്ബുകളും എന്റേതാണ്, ഞാനാണ് അതിന്റെ ഓണേഴ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൗവനം മൊത്തം അതിലായിരുന്നു. എനിക്ക് ഇന്ന് ഈ രാജ്യത്ത് വിലപിടിപ്പുള്ള ഏറ്റവും വലിയ വാഹനം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് താമസിക്കുന്ന എൻ്റെ അപ്പാർട്ട്മെന്റ്, എൻ്റെ ഹോട്ടൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഹോട്ടലാണ്. എൻ്റെ മക്കള്
ഓസ്ട്രേലിയയിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തും ഏറ്റവും നല്ല ലക്ഷറി കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ആയാലും ഓരോന്നോരോന്നും ഞാൻ പറഞ്ഞതും പറയാത്തതൊക്കെ ആയിട്ട് കൂടുതൽ കൂടുതൽ അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം ഇന്റർവ്യൂ ചെയ്യുന്ന ആള് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഹാവ് യു ഫൗണ്ട് ഹാപ്പിനെസ്? എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്ന ഒന്നും കിട്ടിയോ എന്ന് ചോദിക്കുമ്പം അയാൾ കണ്ണ് നിറയുന്ന രംഗം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അയാൾ പറയാണ്, ഇത്രയും എന്റെ ജീവിതത്തിൽ ഒരാൾക്കും കിട്ടാത്ത ഒരു കാര്യം എനിക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഉണ്ടായിട്ടും ഈ ഹാപ്പിനെസ് എനിക്ക് കിട്ടിയിട്ടില്ല. ലോകത്ത് പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ മനുഷ്യ ജീവനുകളെ സന്തോഷം എന്ന് പറയുന്ന ഒരു കെണി മുന്നിൽ കാണിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു സന്തോഷവും ലഭിക്കാത്ത പല സംഗതികളിലേക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എവിടെയാണ് ഖുർആൻ സംസാരിക്കുന്നത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്നാൽ ഈ 100% ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്ന സാധനം എവിടുന്നാണ് കിട്ടുക? ഒരുപാട് സമ്പാദിച്ചിട്ട് ഹാപ്പിനെസ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ, നല്ല ആരോഗ്യമുണ്ട്, അതേസമയം ചുറ്റുള്ള ആളുകളൊക്കെ രോഗം പിടിച്ച് കിടക്കുകയാണ്, പക്ഷെ എന്നിട്ടും എനിക്ക് ഹാപ്പിനെസ് ഇല്ല. മറ്റുള്ള എല്ലാ ആളുകളെക്കാളും സ്വാധീനം, ഇൻഫ്ലുവൻസ് എന്നെ കൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് തലത്തിലും അല്ലാത്ത തലത്തിലൊക്കെ വലിയ അധികാരവും സ്വാധീനമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ, പക്ഷെ എന്നിട്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എനിക്ക് പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരാൾ. ഇവിടെ ഖുർആൻ പറയുന്നു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. ഖുർആന്റെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്, വളരെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതുമാണ്. ഖുർആൻ പറയുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. നമുക്ക് ഒരുപാട് കേട്ടതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയുന്ന ഒന്നിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു എന്നുള്ളതിന്, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിന്റെയും അധികാരം, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയാതെ എന്റെ ബോഡിയുടെയും എന്റെ ചോയ്സുകളുടെയും എന്റെ ചിന്തകളുടെയും ഒക്കെ അധികാരം, ഏതുപോലെ എന്റെ ശ്വാസങ്ങളുടെ, എന്റെ കാഴ്ചയുടെ, എന്റെ കേൾവിയുടെ അധികാരം പടച്ചുകൊണ്ടുള്ളത് പോലെ തന്നെ എന്റെ ജീവിതത്തിന്റെ എല്ലാ ഡെസിഷൻ മേക്കിങ്ങിന്റെയും അധികാരം അള്ളാഹുവിനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും, പക്ഷെ സന്തോഷത്തിന് കുറവുണ്ടാവില്ല. ജീവിതത്തിന്റെ പല കോണിലും അയാൾ പരീക്ഷിക്കപ്പെടുകയായിരിക്കും, പക്ഷെ സന്തോഷത്തിന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എത്രമാത്രം പരീക്ഷണമാണ് കടന്നുപോയത്. പക്ഷെ അതേ റസൂലിനെ കുറിച്ചിട്ട് സഹാബാക്കൾ എന്താ പറയുന്നത്? 14 രാവിലെ പൂർണ്ണചന്ദ്രനെയും റസൂലിന്റെ തിരുമുഖത്തെയും ഞാൻ ഇങ്ങനെ മാറി മാറി നോക്കുമായിരുന്നു. മാറി മാറി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി എന്താന്ന് പറഞ്ഞാൽ, ആകാശത്ത് ഒട്ടിത്തിളങ്ങുന്ന 14 രാവിലെ പൂർണ്ണചന്ദ്രനേക്കാൾ എന്റെ റസൂലിന്റെ മുഖം തിളങ്ങുന്നു. എങ്ങനെ തിളങ്ങുന്നു? അത്ര ജീവിതത്തിൽ ഹാപ്പിനെസ് ഉള്ളത് കൊണ്ട്. എന്താ ഹാപ്പിനെസിന്റെ ഒരു സ്കെയിൽ എന്താണ്? ജീവിതത്തിലെ സമ്പത്താണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ആരോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പക്ഷെ ഖുർആൻ ഈ ആയത്ത് സ്പേസ് ചെയ്യുന്ന ഒരു സ്ഥലം ഏതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഈ ആയത്ത് പറയുന്ന സ്ഥലം, ഈ ആയത്തിന്റെ തുടക്കം അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. ജീവിതത്തിൽ കെട്ടഴിച്ചുകൊണ്ട് ജീവിതം ആർമാടുന്ന, ആഘോഷിക്കുന്ന, ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള മ്ലേച്ഛത്തരങ്ങളിലേക്ക് പോകുന്ന ഒരു സമൂഹത്തോട് സമൂഹമേ എന്ന് വിളിച്ചിട്ട് പറയുന്ന ആയത്തല്ല ഇത്. ഈ ആയത്ത് പറയുന്നത് അല്ലദീന ആമനു, ജുമാക്ക് പങ്കെടുക്കുന്ന ആളുകൾ, ഖുതുബ പറയുന്ന ആളുകൾ, ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ, ഖുർആൻ ഓതുന്ന ആളുകൾ, ഈമാൻ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഖുർആൻ കൂടുതലായി പഠിക്കുന്ന ആളുകൾ, ഈമാനിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ആളുകൾ, അവരോടാണ് അല്ലാഹു പറയുന്നത് അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ഹൃദയം സന്തോഷിക്കുന്നവരെ, ഓൾറെഡി ആ ഹാപ്പിനെസ്സിലാണ് അവരുള്ളത്, അവരോടാണ് പറയുന്നത് നിങ്ങൾ ഏത് സമയവും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അലാ ബിദിക്രില്ലാ, ഇതിൽ തന്നെയാണ് സമാധാനം. ഇതല്ല മറ്റേതിലാണ് എന്ന് വിചാരിച്ചിട്ട് വഴിമാറാൻ പാടില്ല എന്നൊരു താക്കീതും കൂടിയാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു ആയത്താണ്. തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്ന അറബി ഭാഷക്ക് മലയാളത്തിൽ അർത്ഥമില്ല എന്നാണ്. മലയാളത്തിൽ അത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അകത്ത് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ആത്മ സന്തോഷം, അല്ലെങ്കിൽ ആ സന്തോഷത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവൽ. അതേസമയം മനസ്സിലാക്കേണ്ടത് ആ സന്തോഷത്തിന്റെ സ്കെയിൽ ഒരിക്കലും, അതിന്റെ ക്രൈറ്റീരിയ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ
അന്നത്തെ മാസം ജീവിതത്തിൽ ഏറ്റവും നല്ല മാസമായിരിക്കണം നിർബന്ധമില്ല. അന്ന് എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധിയും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അജബല്ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. അത് പ്രസംഗം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത്ഭുതമാണ്. എന്താ അത്ഭുതം? ആ അത്ഭുതം അവരവരുടെ ലൈഫിന്റെ എല്ലാ ലൈഫ് മൊമെന്റിലും അവര് എന്ത് പ്രതിസന്ധി വന്നാലും അവര് പറയാം അൽഹംദുലില്ലാ എന്ന്. എന്ത് സന്തോഷം വന്നാലും അവർ പറയാം അൽഹംദുലില്ലാ എന്ന്. ആ സ്റ്റേജിലേക്ക് അവർ എത്തണമെങ്കിൽ അതിനെയാണ് ഖുർആൻ ഈമാൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയിൽ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവര്, ലോകത്ത് ഹിഡനിസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിൽ രൂപീകരിച്ചൊരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫിയിൽ കണക്റ്റഡ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ലിബറലിസവും ഇന്ന് കാണുന്ന ഫെമിനിസവും ഇന്ന് കാണുന്ന എത്തിസവും ഒക്കെ ആ ഫിലോസഫിയായിട്ട് കണക്റ്റഡ് ആണ്. ആ ഫിലോസഫിയുടെ ഒരു തീം തന്നെ എന്താന്ന് പറഞ്ഞാല് എനിക്ക് വേണ്ടുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യും. എനിക്ക് വേണ്ടുന്ന എന്തെന്ന് പറഞ്ഞാൽ ഒരു റൂളും ഇല്ലാതെ ഒരു ഇൻസ്ട്രക്ഷൻസും ഇല്ലാതെ എനിക്ക് എന്തൊക്കെയാണോ നല്ലതായിട്ട് തോന്നുന്നത് അതൊക്കെ ഞാൻ ചെയ്യാം, എനിക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു വിശാലമായ ഇൻവേർട്ടഡ് കോമയിൽ ഞാൻ പറയുന്നത് വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. അതിലേക്ക് പോയ ആളുകളുടെ ജീവിതം അവസാനിക്കുന്ന രംഗം പരിശോധിച്ചു നോക്കണം. എങ്ങനെയാണ് ഈ ഹിഡനിസ്റ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ തോട്ടുകളെ വായിച്ചുകൊണ്ടിരിക്കുന്ന, അത്തരം നോവലുകൾ പബ്ലിഷ് ചെയ്യുന്ന, അത്തരം കണ്ടന്റുള്ള സീരീസുകൾ പബ്ലിഷ് ചെയ്യുന്ന, അത്തരം കണ്ടന്റുകളുള്ള സിനിമകൾ പബ്ലിഷ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ അതിന്റെ വാഹകരാണ്, അതിന്റെ പതാക പിടിച്ച് നടക്കുന്ന ആളുകളാണ്. വളരെ കളർഫുൾ ഫ്ലാഗ് ഒക്കെ ആയിട്ട് ലോകത്ത് ഇങ്ങനെ പറന്നു നടക്കുന്ന ആളുകളാണ്. അവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മൃഗീയമായ ഒരു ജീവിതത്തിലേക്ക് അവർ പോകുകയാണ്. മനുഷ്യൻ അള്ളാഹു കൊടുത്ത, അല്ലെങ്കിൽ മനുഷ്യന് പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഒരു നാച്ചുറൽ ട്രൂത്ത് ആയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അത് ആ സർക്കിളിൽ നിന്നും വ്യത്യസ്തമായി അവര് മനുഷ്യന്റെ ജീവിതത്തിന്റെ അപ്പുറം പോയി ഒരു മൃഗീയമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരാളെ കൊലപാതകം ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് ഏത് തരത്തിലുള്ള തിന്മകളിലും വ്യാപൃതരാകുക എന്ന് പറഞ്ഞാൽ ഡേ ടു എല്ലാ ടൈമിലും ഡേയും നൈറ്റും മുഴുവനും തിന്മകളിൽ ജീവിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരു ഹരാണ്. ഇവിടെ ഖുർആൻ എത്ര ഭംഗിയായിട്ടാണ് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. ആ വടിയിലേക്ക് പെട്ടുപോകാൻ സാധ്യത എല്ലാവർക്കും ഉണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ചുണ്ട് എന്നാണ്. കാരണം പിശാച് സമീപിക്കുക ഓരോ ആളുകളുടെയും വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ഓരോ വക്തിലും, ഇപ്പൊ നമ്മള് ഫജ്ർ നിസ്കരിക്കുന്നതിനാണ് ദുഹർ വരെ എന്റെ ഈമാൻ ബൂസ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ദുഹർ ടു അസറും, അസർ ടു മഗ്രിബും, മഗ്രിബ് ടു ഇശാവും, ഇശാ ടു ഫജ്റും, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ഈമാൻ എന്നെ കീപ്പ് ചെയ്യണം. അത് ബൂസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അത് കുറയുമ്പം റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഈമാനു യസീദു വയംഖുസ്, അതിങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിങ്ങനെ കൂടിയിട്ട് തന്നെ നിൽക്കണം എന്ന് ഞാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനാ? എന്റെ മരണം ആ ബൂസ്റ്റ് ചെയ്ത സമയത്താവണം, കുറയുന്ന സമയത്താകാൻ പാടില്ല എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, വളരെ ജെന്യൂൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിലേക്ക് പിശാച് വരും, സ്വാഭാവികമായിട്ടും വരും. ഇത്തരം വഴികളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തും. ഇത്തരം വഴികൾ എളുപ്പമാണ് എന്ന് തോന്നിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഖുർആൻ അവിടെ കൈപിടിച്ചിട്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാണ്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്റെ ഹൃദയത്തിന്റെ സന്തോഷവും സമാധാനവും ഞാനും എന്റെ പടച്ചോനും തമ്മിലുള്ള ബന്ധം കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുന്ന ഒരു സാധനമാണ്. അതിന് ഭൗതികപരമായിട്ടൊരു സ്കെയിൽ വെച്ചിട്ട് അളന്നാലും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഞാൻ എന്റെ പടച്ചോന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് കിട്ടുന്ന സമയത്ത് എന്റെ ഹാപ്പി ഹോർമോൺസുകളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാണ്. ആ സലാം വീട്ടി കഴിയുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. എന്റെ ജീവിതത്തെ വലിയൊരു പ്രതിസന്ധിയിൽ പെട്ട് കിടക്കുകയാണ് ഞാൻ. പക്ഷെ ഒരു ദിവസം പാതിരാ നേരത്തെ എഴുന്നേറ്റ് പടച്ചോന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് പൊട്ടിക്കരഞ്ഞ് പടച്ചോന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനത്തിന്റെ ഒരു വലുപ്പം അത് ഒരു ശാസ്ത്രത്തിനോ ഒരു എക്വിപ്മെന്റ്സിനോ ഒരു മെഡിസിനോ പറഞ്ഞു തരാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതോ അല്ല എന്ന് അനുഭവിച്ച് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. പടച്ചവൻ വീണ്ടും വീണ്ടും നമ്മളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഈമാനിനെ പുതുക്കുന്ന, ഈമാനിലൂടെ സന്തോഷം കണ്ടെത്തുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതത്തിലെ അവസാനം വരെ അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനോടുകൂടി ജീവിക്കുവാനും അതേ ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നമ്മുടെ അറിവിലുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.